ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു എഡ്യൂലൈൻ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് അല്ലെ. സോ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട്, അതായത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജസിനെ പറയുന്ന പേരാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെഷീനിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡന്റ് ആയിരിക്കും, അതായത് മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് നമ്മളെപ്പോലുള്ള ഹ്യൂമൻസിന് എന്താണ്, ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പം ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ C++, ജാവ, പൈത്തൺ, ഇതൊക്കെ എന്ന് പറയുന്നത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഹൈ ലെവൽ ലാംഗ്വേജുകൾ തന്നെയാണ്. C++, ജാവ, പൈത്തൺ, കാരണം ഇതൊക്കെ നമ്മൾ കോഡ് എഴുതുന്നത് ഫുൾ ഇംഗ്ലീഷിലാണ് അല്ലേ. സോ ഇതിനെ നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയാം. ഓക്കെ, അപ്പം മെഷീനിന് ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ, മെഷീനിന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് നോക്കാം ഹൈ ലെവൽ ലാംഗ്വേജിന്റെ. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഈസി ടു ഗെറ്റ് ഡെവലപ്പ്, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെ. അതായത് ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഈസി ടു വിഷ്വലൈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി പ്രോഗ്രാം. ഓക്കെ, അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ഹ്യൂമൻസിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് 1 and 0s ആയിരിക്കും, ബൈനറി ഫോർമാറ്റിലായിരിക്കും ആ ഒരു ലാംഗ്വേജ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കി ഒന്നും മനസ്സിലാകില്ല, എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് ഒന്നും നമുക്ക് മനസ്സിലാകില്ല. ഓക്കെ, അപ്പം എന്താണ്, ഈ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണ് അല്ലെ. അപ്പൊ ഈസി ടു വിഷ്വലൈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോഗ്രാമർ മേ നോട്ട് റിമെയിൻ അവെയർ അബൌട്ട് ദി ആർക്കിടെക്ചർ ഓഫ് ദി ഹാർഡ്വെയർ. അപ്പം എന്താണ്, ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ മെഷീന്റെ ആർക്കിടെക്ചർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് ഹാർഡ്വെയർ ആർക്കിടെക്ചറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ പോലും തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാംസ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ മെഷീന്റെ ആർക്കിടെക്ചറോ ഹാർഡ്വെയർ ആർക്കിടെക്ചറോ ഒന്നും അറിഞ്ഞിരിക്കണം എന്ന് ഒരു നിയമവും ഇല്ല. ഓക്കെ, അതൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ലെവൽ ലാംഗ്വേജിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഗ്രാം എഴുതാം. ദെൻ ആ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നു, മെഷീൻ ലാംഗ്വേജിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു കൺവേർട്ടർ യൂസ് ചെയ്യുന്നു, അതായത് ഒരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, ഒരു ട്രാൻസ്ലേറ്റർ വേണം, ഒരു കൺവേർട്ടർ വേണം, അതായത് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇന്റർപ്രറ്ററും കമ്പൈലറും ആണ് അല്ലെ. കമ്പൈലർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? പോർട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാരണം എന്താണ് പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹ്യൂമൻ റീഡബിൾ ആണ്, അത് ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പോർട്ടബിൾ ആണ്. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജസിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതെന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണ് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് വേണം നമുക്ക് പറയാം അല്ലെ. ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് വേണം, ഒരു ട്രാൻസ്ലേറ്റർ വേണം. ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഈ എഴുതിയ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മെഷീനിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ്, അത് നമുക്ക് മനസ്സിലാകും അല്ലെ, പക്ഷെ അത് മെഷീന് മനസ്സിലാകുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ എഴുതുന്ന ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ ഏതാണ്? ഇന്റർപ്രറ്ററും കമ്പൈലറും ആണ്. അപ്പൊ ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റർപ്രറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക, നമ്മുടെ പ്രോഗ്രാമിലെ ഫസ്റ്റ് ലൈൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ദെൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അടുത്ത നെക്സ്റ്റ് ലൈനിനെ എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം ഏതെങ്കിലും ഒരു ലൈനിൽ എറർ ഉണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു എററിനെ മാറ്റി കൊടുക്കുന്നിടം വരെ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്ത് നിൽക്കും.
ഓക്കെ, എപ്പോഴാണോ നമ്മൾ ആ ഒരു എററിനെ മാറ്റി കൊടുക്കുന്നത് അന്നേരമായിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു ലൈൻ ഓഫ് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി കമ്പൈലറിന്റെ കേസിലാണെങ്കിൽ എന്താ സംഭവിക്കുക? കമ്പൈലർ എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ പ്രോഗ്രാമിനെ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും, എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ കോഡായിട്ട് എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഫുൾ പ്രോഗ്രാമിനെ ഫുൾ ആയിട്ട് ഒറ്റയടിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ലേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് കമ്പൈലറും ഇന്റർപ്രറ്ററും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാമർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ് അല്ലെ. ഒരു പ്രോഗ്രാമർക്ക്, അതായത് നമുക്ക് അതായത് ഹ്യൂമൻസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആർക്ക് ഫ്രണ്ട്ലി ആണ്? മെഷീനിന് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, മെഷീൻ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ്. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലെസ് മെമ്മറി എഫിഷ്യന്റ് ആണ്. ലോ ലെവൽ ലാംഗ്വേജ് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിന്റെ മെമ്മറി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജ് നമുക്ക് ടഫ് ആയിരിക്കും. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, അപ്പൊ ആ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ടഫ് ആയിരിക്കും, നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ അല്ലായിരിക്കും. പക്ഷെ അതൊരു മെഷീനിന് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് അത് എന്താ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ടു ഡീബഗ് അല്ലെ, ഡീബഗ് ചെയ്യാൻ എളുപ്പമാണ്. ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ എന്നാണ്. ഓക്കെ, അപ്പം ഈ എററിനെ നമ്മൾ മാറ്റുന്നതിനെ പറയുന്നതാണ് ഡീബഗ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ സിമ്പിൾ ടു ഡീബഗ് ആണ്. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ എന്തായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും, ഡീബഗ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലം ആയിരിക്കും. ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ടു മെയിൻറ്റെയിൻ ആണ്. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പരിപാടിയാണ്. ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ് പോർട്ടബിൾ ആണ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? പോർട്ടബിൾ അല്ല. കാരണം എന്ന് പറയുന്നത് മെഷീനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ മെഷീനിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് ഇപ്പൊ നമ്മളൊരു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഞാനൊരു പ്രോഗ്രാം എഴുതിയെങ്കിൽ ഞാൻ ഏത് സിസ്റ്റത്തിലാണോ അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലാണോ ഞാൻ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഹാർഡ്വെയർ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മെഷീൻ ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓരോ മെഷീനിനും ഓരോ ടൈപ്പ് ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കംപ്ലീറ്റ്ലി ഹാർഡ്വെയർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ ഒരു എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർഡ്വെയർ ഡിപ്പെൻഡന്റ് അല്ല അല്ലെ, മെഷീൻ ഡിപ്പെൻഡന്റ് അല്ല. ഓക്കെ, അപ്പം ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാം, റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ് കൺവേർട്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് എന്തൊക്കെ കൺവേർട്ടേഴ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിന്റെ കേസിൽ നമുക്ക് കമ്പൈലറും ഇന്റർപ്രറ്ററും ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ കൺവേർട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ലോ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് ഒരു അസംബ്ലർ ആണ്. അസംബ്ലർ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോ ലെവൽ ലാംഗ്വേജിനെ എന്ത് ചെയ്യുക, ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് വൈഡ്ലി ഫോർ പ്രോഗ്രാമിംഗ്. അതായത് ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. കാരണം ഹ്യൂമൻസ് ആണല്ലോ പ്രോഗ്രാംസ് എഴുതുന്നത്. സോ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ഈ ലോ ലെവൽ ലാംഗ്വേജ് ആണ്, പക്ഷേ മെഷീനിന് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡബിൾ. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആർക്ക് മനസ്സിലാകുന്നതാണ്? സിസ്റ്റത്തിന് അല്ലെ, മെഷീനിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ്. സോ ഇത് തമ്മിലുള്ള ആ ഒരു എന്താണ്, ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെ ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റാൻ അല്ലെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, സോ ഇതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് ലോ ലെവൽ ലാംഗ്വേജ്. ഇതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസും അത് തമ്മിലുള്ള ആ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.